ഫസ്റ്റ് നമ്മളിപ്പോൾ ഇന്ന് തിരുവനന്തപുരം സൂയിൽ വന്നേപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഇതുവരെ കയറിയില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ സൂയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൂ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അവിടെ ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഒരു കാര്യം പറയുന്നതാണ്. അപ്പോൾ അകത്തുള്ള ഒരാൾ പുറത്ത് ചാടിയിട്ടുണ്ട്. ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴും നമ്മുടെ ആശാൻ പുറത്ത് അടിയിരിക്കുന്നത് കണ്ടേക്കുന്നത് മയിലാണ് ഗൈസ്. അത് പുറത്ത് അടിയേക്കുകയാണ്. അങ്ങനെ എൻക്വയറി ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നോക്കി ഇനി അകത്തെ കാഴ്ച. ആദ്യം ഇവനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സിംഗിളായിരിക്കുന്നു. സിംഗിൾ പെസെങ്കേ ആണെന്നാണ് വിചാരിച്ചത്. പുള്ളിക്കാണ് ഉറക്കം വന്നിട്ട് വയ്യ. രാത്രി മുഴുവൻ കണ്ണുറന്ന് ഡ്യൂട്ടി നിന്നാണ് രാവിലെ അവന് ഉറക്കം വരും. അകത്താണ്ട് വീർത്തെഴുന്ന് ധ്യാനിക്കുന്നു. എന്തൊക്കെ കാണും നടക്കേണ്ടവന്മാരെ കിടക്കുന്ന ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചെറിയ കേജ് കിടക്കുമ്പോൾ അവർക്കൊരു വിഷമമാവും. ഞാൻ ആദ്യം വിചാരിച്ചത് ആർട്ടിഫിഷ്യൽ വെള്ളമായിരിക്കും, പക്ഷെ അല്ല കേട്ടോ, നാച്ചുറലായിരുന്നു ഇവിടെ ഉള്ളത് തന്നെ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആൾക്കാരെ പോയി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. കഴിച്ചമാരുടെ ബോഡിയൊക്കെ കാണാൻ ഒരു മാതിരി ആയിരിക്കും. എന്തായാലും നമുക്ക് ഇവരെ കാണിച്ചു തരാം. ഈ ഫോണിനകത്ത് എത്രത്തോളം കാണുന്നുണ്ട്, നല്ല വലിപ്പമുണ്ട് ഇവന്മാർക്കൊക്കെ. പക്ഷെ ഇവരിങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് സങ്കടം തോന്നും. ഇവന്മാർക്ക് ഈ പ്ലാവലൊക്കെ ഇവിടെ കഴിക്കാൻ കൊടുക്കുന്നത്, പുല്ലൊക്കെ തിന്ന് വളരേണ്ടവന്മാരായതുകൊണ്ടോ ക്ഷീണം എല്ലാവർക്കും. അതെല്ലാവരും കിടക്കുക. എൻ്റെ കുട്ടായികളെ പോലെ ഉണ്ട് ഇവരൊക്കെ. എൻ്റെ ബോഡിയൊക്കെ കണ്ടു ഭയങ്കര രോഗമായിട്ട്. എൻ്റെ പൊന്നെ, ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചെവിയുടെ കല്ലടിച്ചു പോകും. കാണുന്ന ക്യൂട്ട്നെസ്സേ ഉള്ളൂ. സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സൗണ്ട്. ചെവിക്കല്ലടിച്ചു പോകണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണം. കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേന് നമ്മുടെ ആദ്യം കണ്ട ആശാൻ്റെ ആൾക്കാരെ കണ്ട്. ഉമ്മയുടെ കൂട്ടുകാരൊക്കെ ഈ കൂട്ടിനകത്ത് കിടക്കുന്നത്. ആശാൻ ഫ്രണ്ട് ഗേറ്റിൽ വന്ന് ഇന്ന് ആരൊക്കെ വരുന്നുണ്ടെന്ന് ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ പേരറിയത്തില്ലേ ഗൈസ്. അല്ലാണ്ട് ഒരുത്തനാണ്ട് അവിടെ ഇരുന്നുറങ്ങുന്നു. ഇത്ര സാധനങ്ങളാണ് ഗൈസ് ഈ ഒരു കേജിനകത്തുള്ളത്. ഇത് നോക്ക്, അവിടെ ഒരു പൊണ്ണൻ ഇരിപ്പുണ്ട് ഗൈസ്. ദാണ്ടാ ചിറക് വിരിക്കുന്നത്. അവനെ ഇവരുടെ ദാതാവ്, ഇവരുടെ അച്ചാച്ചനവൻ. അച്ചാച്ചാ, ഇവന്മാരെ 2 പേരുണ്ട്, മൊത്തം 3 പേര്. അവനെ എനിക്ക് ഇവിടെയായിട്ട് ഒരുത്തം കിടപ്പുണ്ട്. അവനെ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റി. ഇതിനെ ക്യൂട്ടാണ് നോക്കുക. അതിൻ്റെ അപ്പുറം കുറച്ച് വെള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കൊള്ളാമല്ലേ ഗൈസ്. ഇങ്ങനെ നടന്ന് പോകാം. പക്ഷേ ബട്ടർഫ്ലൈ ഗാർഡൻ ഭയങ്കര നഷ്ടക്കച്ചവടം കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ബട്ടർഫ്ലൈ എന്ന് പറയാൻ ഒന്നുമില്ല. ഒറ്റെണ്ണത്തെ പോലും ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമുക്കിനി നേരെ നമ്മുടെ പാമ്പ് ആശാനെ പോയി കണ്ടിട്ട് വരാം. ഗൈസ്, അങ്ങനെ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ കയറാനായിരുന്നു ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടിരുന്നത്. സ്ഥലം എൻ്റെ അത് ഞങ്ങളെ കണ്ടാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. നമുക്കപ്പോൾ ഇതിനകത്ത് കയറാം. എനിക്ക് ഇതിനകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അതിനകത്ത് വെണ്ടയ്ക്ക അശ്രത്തി എഴുതിയിട്ടുണ്ട്. വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂലെന്ന്. നമ്മൾ നമ്മുടെ രാജാക്കന്മാരെല്ലാം കണ്ടു ഇറങ്ങി. ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ്. കാരണം എല്ലാം കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ എല്ലാം മറിഞ്ഞിരിക്കും. അതുകൊണ്ട് കാണിച്ചു തരാം. കരടീനെ ഒന്നും കാണിക്കാൻ പോലും പറ്റിയില്ല. ഞങ്ങൾ വരുമ്പോഴേനും കരടി അങ്ങ് കൂട്ടിനുള്ളിലൊന്നും കയറിപ്പോ. അതുകൊണ്ട് കാണിക്കാൻ ഒരു മരത്തിൻ്റെ ഇതിലേക്ക് കയറിയിരിക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടിച്ചതേ, പക്ഷേ അതിന് മുന്നേ അവൻ അവൻ്റെ കേജിൽ പോയി. അതുപോലെ കടുവയൊക്കെ ആണെങ്കിൽ ഉള്ളിലേക്ക് അങ്ങ് കയറിയിരിക്കുക കൂട്ടിൻ്റെ. അതുകൊണ്ട് കാണാൻ പറ്റും. ഫ്രസ്ട്രേഷനാണ് ഗൈസ്. എൻ്റെ അമ്മ തൊട്ടടുത്തൂടെ പോയത്. ഇതും തുറന്നു കിട്ടിയിരുന്ന അവന് നല്ല കുശാലായിരുന്നു. ഓരോരുത്തരൊക്കെ റീലൊക്കെ എടുക്കുന്നത് കാണാം. മറ്റേ ഇവന്മാരുടെ ഇത് വെച്ച് ഉഷയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സീരിയസ്ലി നമ്മളങ്ങനെ ഇടുമ്പോഴത്തേന് അവരുടെ ഒരു മെൻ്റൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ചെറിയ കേജിനകത്ത് നമ്മളെ തന്നെയാണല്ലോ കുറേ നാൾ ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതുമാതിരി ഒരു അവസ്ഥയാണ് ഇവന്മാർക്ക്. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. ഇവിടെ കയറി കണ്ടത്തേന് ഇവരുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കിനും നമുക്ക് വിഷമമാവും. അപ്പോഴത്തേനും ഞാൻ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഹോസ്റ്റലിൽ കയറാനുള്ള ടൈം ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളു ഗൈസ് വീഡിയോ. ഇനി നമുക്ക് ഞാൻ ഇറങ്ങുമ്പോഴത്തേന് ഇനി ഇതുവരെ കാണാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ആ നടന്നു വരുന്ന കണ്ടോ, ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണ്. ഇത് റൈനോസറല്ലേ? ഇത് വെള്ളത്തിലാണോ കരയിലാണോ നടക്കുന്നത്? അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യും. ഇനി ഇതെനിക്ക് പേടിയുള്ള സാധനം മുതൽ. ഒരിക്കലും ലൈഫിൽ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് അറിയാം, എന്നാലും എനിക്കിതിന് പേടിയില്ല. നമ്മളങ്ങനെ അവനെ കണ്ടുപിടിച്ചു. എൻ്റെ ഈ വ്ളോഗിനകത്ത് ഭയങ്കര കുറവ് ആനിമൽസേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത്
ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കരടി ഉണ്ടായിരുന്നു, സിംഹം ഉണ്ടായിരുന്നു, പുലി ഉണ്ടായിരുന്നു, കടുവ ഉണ്ടായിരുന്നു, അങ്ങനെ ഇഷ്ടം പോലെ വെള്ളക്കടുവ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. എല്ലാം കേജിനകത്ത് അങ്ങ് കയറി കിടക്കുന്ന കാരണം ഒന്നിനെയും കാണാൻ പറ്റില്ല. ആ കരടിയെ ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുന്നേ ആശാനങ്ങ് ഓടി. അവനൊരു മരത്തിൽ ഇരിക്കുമായിരുന്നു, ഓടി അങ്ങ് പോയി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നും എനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു കാര്യം, കാലുവേദന ഉള്ളവരൊക്കെ കയറുമ്പോഴത്തേനും സൂക്ഷിക്കുക, കാലിക്കാഴ്ച പണ്ടാരാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.